വെൽക്കം ടു സി കെ മല്ലൂസ്. 25-21 എന്ന ഡ്രാമയുടെ 8ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ എൻ്റെ അമ്മ പോലും എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാറില്ല, പിന്നെ നീ എന്താണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഹീതു ഈജിനോട് ചോദിക്കുന്നു. നീ ഹാർഡ് വർക്ക് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്കും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാൻ തോന്നും. നീ എന്തെങ്കിലും നേടുന്നത് കാണുമ്പോൾ എനിക്കും നേടണമെന്ന് തോന്നും. നീയാണ് എനിക്കിപ്പോൾ പ്രതീക്ഷ നൽകുന്നത്. നിനക്കൊന്നും ഒറ്റയ്ക്ക് നേടണമെന്നല്ല ആഗ്രഹം, നിന്റെ ചുറ്റുമുള്ളവർ കൂടി നേടണമെന്നാണ്. അതുകൊണ്ടാണ് നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ഈജിൻ പറയുന്നു. അവനവളെ രാത്രി വീടിന് മുന്നിൽ വരെ കൊണ്ടാക്കുന്നുണ്ട്. നാളെ പോയി ജയിച്ചു വരാൻ ആശംസ നേരുന്നു. ഹീതു തന്റെ ബാഗിൽ നിന്നൊരു ഫെൻസിംഗ് വാൾ എടുത്ത് അവന് കൊടുത്തിട്ട്, ഇത് നീ സൂക്ഷിച്ചു വെച്ചോ, ഞാൻ ജീവിതത്തിൽ ആദ്യമായാണ് ആർക്കെങ്കിലും ഒരു വാൾ കൊടുക്കുന്നത്, അതുകൊണ്ട് നന്നായി സൂക്ഷിച്ചോളണം എന്ന് പറഞ്ഞ് അവൾ മുകളിലേക്ക് കയറി പോകുന്നു. സന്തോഷത്തോടെ മുകളിലേക്ക് കയറുന്ന ഹീതു തീരെ പ്രതീക്ഷിക്കാതെ മുറ്റത്ത് അമ്മ നിൽക്കുന്നത് കണ്ട് പിടിച്ചു പോകുന്നുണ്ട്. നീ കുറെ നേരമായല്ലോ അവനോട് യാത്ര പറയാൻ തുടങ്ങിയിട്ട്. അവനെ പറഞ്ഞുവിടാൻ തീരെ മനസ്സിലായിരുന്നല്ലോ. വാൾ കൊടുക്കണമെങ്കിൽ അവൻ ശരിക്കും നിനക്ക് പ്രിയപ്പെട്ടതായിരിക്കുമല്ലോ. ആരാണത് എന്ന് ചോദിച്ച അമ്മ ദേഷ്യപ്പെട്ടപ്പോൾ, ഞങ്ങൾ സംസാരിക്കുന്ന അമ്മ ഒളിച്ചത് കേൾക്കുകയായിരുന്നു എന്ന് ചോദിച്ച് ഹീതു തിരിച്ച് ദേഷ്യപ്പെടുന്നു. പിന്നെ ഞാൻ എന്ത് വേണമായിരുന്നു? നിങ്ങൾക്ക് പ്രൈവസി തരണമായിരുന്നു. ആരാണത് എന്ന് അമ്മ വീണ്ടും ചോദിക്കുന്നു. അമ്മ പോലും സപ്പോർട്ട് ചെയ്യാനില്ലാത്തപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരേ ഒരാളാണ് എന്ന് പറഞ്ഞ് ഹീതു അകത്തേക്ക് കയറാൻ തുടങ്ങുന്നു. നിന്നെ ഞാൻ ട്രാൻസ്ഫർ ചെയ്തത് നീ ഫെൻസിങ് നന്നായി പഠിക്കട്ടെ എന്ന് കരുതിയാണ്, എന്നിട്ട് നീ ഒരു ചെറുക്കൻ്റെ ഒപ്പം കറങ്ങി നടക്കുകയാണല്ലേ എന്ന് അമ്മ വീണ്ടും ചോദിക്കുന്നു. അമ്മയ്ക്ക് എന്നെ ഒട്ടും വിശ്വാസമില്ല അല്ലേ? നാളെ ഞാൻ നാഷണൽ ടീമിലേക്കുള്ള സെലക്ഷൻ മത്സരത്തിന് പോവുകയാണ്. പക്ഷെ അമ്മയ്ക്ക് വേണ്ടിയല്ല ഞാൻ പോകുന്നത്. ഇവിടെ വരെ എത്താൻ ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മാത്രമേ അറിയൂ. ആ കഷ്ടപ്പാട് വെറുതെ ആകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞ് ഹീതു അകത്തേക്ക് കയറി പോകുന്നു. ഡയറിയിൽ ആ ഭാഗം വായിച്ചപ്പോൾ കുട്ടിക്കാലത്ത് തന്റെ അഭിമാനവും സന്തോഷവുമെല്ലാം അമ്മയായിരുന്നല്ലോ എന്ന് മിഞ്ച ചിന്തിക്കുന്നുണ്ട്. അവളുടെ പ്രോഗ്രാമിനെല്ലാം എത്ര തിരക്കുണ്ടെങ്കിലും ഹീതു കൃത്യമായി എത്തിയിരുന്നു. അന്ന് എല്ലാവരും അമ്മയുടെ ചുറ്റും കൂടി ആരാധനയോടെയും ബഹുമാനത്തോടെയും ഒക്കെ സംസാരിക്കുന്നത് കാണുമ്പോൾ കുഞ്ഞു മിഞ്ചയ്ക്ക് അസൂയ തോന്നിയിരുന്നു. അമ്മ ജനിച്ചപ്പോഴും ഇങ്ങനെ പ്രശസ്തിയുടെ നടുവിലായിരുന്നു എന്നാണ് അവൾ കരുതിയിരുന്നത്. പക്ഷെ അമ്മയുടെ ഡയറിയിലെ ഓരോ പേജിലും അമ്മ ഓരോ ദിവസവും ചെയ്ത പ്രാക്ടീസിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് കണ്ടപ്പോഴാണ് ആ നിലയിലെത്താൻ അമ്മ എത്രമാത്രം കഷ്ടപ്പാട് സഹിച്ചിരുന്നുവെന്ന് മിഞ്ച തിരിച്ചറിയുന്നത്. കഥ വീണ്ടും പാസ്റ്റിലേക്ക് പോവുകയാണ്. ഹീതു കോച്ചിന്റെ ഒപ്പം മത്സരസ്ഥലത്ത് എത്തിയിരിക്കുന്നു. ഭാഗ്യം കൊണ്ടാണ് നീ ഇപ്പോൾ ഇവിടെ എത്തിപ്പെട്ടതെങ്കിലും തിരികെ പോകുന്നത് നിന്റെ എല്ലാ പരിശ്രമങ്ങളുടെയും ഫലമായിട്ടായിരിക്കണം എന്ന് കോച്ച് അവളോട് പറയുന്നുണ്ട്. ഹൈനൊന്ന് സ്കൂളിലേക്ക് നടക്കുമ്പോൾ മുമ്പ് അവനെ സ്ഥിരമായി ശല്യം ചെയ്തിരുന്ന സംഘത്തിന്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ അവന്റെ ഏറ് കൊള്ളുന്നു. മുമ്പത്തേതിന് വിപരീതമായി ഇത്തവണ അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞ് അവർ അവനോട് സോറി പറയുന്നുണ്ട്. ചേട്ടന്റെ ഭീഷണി ശരിക്കും ഏറ്റിട്ടുണ്ടെന്ന് ഹൈന് മനസ്സിലാകുന്നു. അതിന്റെ സന്തോഷം പറയാൻ അവൻ ഉടൻ തന്നെ ചേട്ടനെ വിളിക്കുന്നുണ്ട്. എനിക്കിതൊരു ലക്കി ഡേ ആയിരുന്നു, അതുകൊണ്ട് ചേട്ടനും ലക്കി ഡേ ആയിരിക്കും എന്ന് പറഞ്ഞാണ് അവൻ ഫോൺ വെച്ചത്. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ മേശപ്പുറത്തിരിക്കുന്ന ഹീതു നൽകിയ വാൾ കണ്ടപ്പോൾ, നിനക്കും ഇന്നൊരു സൂപ്പർ ലക്കി ഡേ ആയിരിക്കട്ടെ എന്ന് ഈജിൻ ആശംസിക്കുന്നുണ്ട്. ഹീതു മത്സരത്തിന് തയ്യാറെടുക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ അത്ലറ്റ്സിനേക്കാളും കൂടുതൽ ഹാർഡ് വർക്ക് താൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഉറപ്പായും വിജയിക്കാൻ സാധിക്കുമെന്ന പൂർണ്ണ ആത്മവിശ്വാസത്തോടെയാണ് അവൾ മത്സരത്തിന് ഇറങ്ങിയത്. ആ ആത്മവിശ്വാസം ഓരോ എതിരാളിയെയും തോൽപ്പിക്കാൻ അവളെ സഹായിക്കുന്നുമുണ്ട്. ഈ സമയത്താണ് സ്കൂളിലേക്ക് നടന്നുകൊണ്ടിരുന്ന ഹൈനെ അന്വേഷിച്ച് അവന്റെ അച്ഛൻ പണം നൽകാനുള്ളവർ എത്തിയത്. അവർ ഒരു മര്യാദയുമില്ലാതെ റോഡിലിട്ട് അവനെ അച്ഛന്റെ പേരും പറഞ്ഞ് ചോദ്യം ചെയ്യുന്നു. കുറച്ചു മുമ്പ് ഉപദ്രവിക്കാതെ നടന്നുപോയ കുട്ടികൾ പുച്ഛത്തോടെ തന്റെ അടുത്തേക്ക് വരുന്നത് ഹൈൻ കാണുന്നുണ്ട്. ഇജിൻ ജോലിക്ക് പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഹൈന്റെ വിവരം പറഞ്ഞ് അവന് കോൾ വന്നത്. അവൻ വേഗം അവിടെ കൊടുന്നു. ഹീതുവിന്റെ മത്സര സ്ഥലത്ത് യൂറിം ഉൾപ്പെടെയുള്ള നാഷണൽ ടീം അംഗങ്ങൾ മത്സരം കാണാൻ വന്നിരുന്നു. ഹീതു ഓരോ എതിരാളിയും തോൽപ്പിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് യൂറിം അസ്വസ്ഥതയോടെയാണ് കണ്ടിരുന്നത്. ഹീതുവിന്റെ അമ്മ ന്യൂസ് ഡിപ്പാർട്ട്മെന്റിലെ സ്പോർട്സ് ഡെസ്കിൽ നിൽക്കുമ്പോഴാണ് ഫെൻസിംഗിന്റെ ട്രൈഔട്ടിൽ ഹീതു എന്ന ഒരു ഹൈസ്കൂൾ പെൺകുട്ടി ഫൈനലെത്തിയിരിക്കുന്ന വാർത്ത അവിടെ എത്തുന്നത്. അവൾക്കെതിരെ വന്നയാൾ മുമ്പ് നാഷണൽ ടീമിൽ ഉണ്ടായിരുന്നതിനാൽ പരിചിതയാണെങ്കിലും ഹീതുവിനെ അവിടെ ആർക്കും പരിചയമുണ്ടായിരുന്നില്ല. സ്കൂളിൽ വിളിച്ച് അവളുടെ ഒരു ഫോട്ടോ സംഘടിപ്പിക്കാൻ ഓഫീസിലുള്ളവർ പറയുന്നത് കേട്ടപ്പോഴും മനസ്സുകൊണ്ട് സന്തോഷിക്കുകയും ആ സന്തോഷം ഒരു ചെറുപുഞ്ചിരിയിൽ ഒതുക്കുകയും ചെയ്തതല്ലാതെ ഹീതു തന്റെ മകളാണ് എന്ന് അവളുടെ അമ്മ ആരോടും പറയുന്നില്ല. കോച്ച് ഹീതുവിന് ഫൈനലിലെ അവളുടെ എതിരാളിയെക്കുറിച്ച് ഒരു ഐഡിയ കൊടുക്കുന്നുണ്ട്. മുമ്പ് 2 തവണ അവൾ നാഷണൽ ടീം അംഗമായിരുന്നിട്ടുണ്ട്. നിന്നേക്കാൾ എക്സ്പീരിയൻസ് കൂടുതലുമുണ്ട്. പക്ഷെ നീ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. നിന്നെപ്പോലെ ഒരു ഹൈസ്കൂൾ ഗേൾ അവൾക്ക് തീരെ പ്രതീക്ഷിക്കാത്ത ശക്തയായ ഒരു എതിരാളിയാണ്. നിന്റെ ഫെൻസിങ് എങ്ങനെയാണെന്ന് അവൾക്കൊരു ഐഡിയയുമില്ല. അതെങ്ങനെയാണെന്ന് നീ അവൾക്ക് കാണിച്ചു കൊടുക്കുക. ഒരു കാര്യം മാത്രം നീ ശ്രദ്ധിച്ചാൽ മതി. നിന്നെ കുഴയ്ക്കാൻ ദേഷ്യം പിടിപ്പിച്ച് നിന്റെ ഏകാഗ്രത കളയാൻ അവൾ പല ശ്രമങ്ങളും നടത്തിയെന്ന് വരും. അതിൽ പെട്ടുപോകരുതെന്ന് കോച്ച് അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഹീതു ആത്മവിശ്വാസത്തോടെയാണ് പിച്ചിലേക്ക് ഇറങ്ങിയത്. മത്സരം തുടങ്ങി. ആദ്യ കുറേ സമയം അവൾ 1 പോയിന്റ് പോലും സ്കോർ ചെയ്യുന്നില്ല. എതിരാളി 5 പോയിന്റ് നേടിക്കഴിഞ്ഞിട്ടും ഹീതു കൂസലില്ലാതെ നിൽക്കുന്ന കണ്ടപ്പോൾ അവൾ ഇത്ര നേരം എതിരാളിയെ പഠിക്കുകയായിരുന്നു എന്ന സംശയം കോച്ചിന്റെ മനസ്സിൽ തോന്നുന്നുണ്ട്. ഹീതു അതുതന്നെയാണ് ചെയ്തത്. ഞാൻ നിന്നെ പഠിച്ചു കഴിഞ്ഞു, ഇനി ശരിക്കുള്ള മത്സരം തുടങ്ങാമെന്ന് പറഞ്ഞ് അവൾ പോയിന്റ് സ്കോർ ചെയ്യാൻ തുടങ്ങുന്നു. ക്രേസി ഗേൾ എന്ന് പറഞ്ഞ് കോച്ച് ചിരിക്കുന്നുണ്ട്. ഹീതു പിന്നെ നിർത്താതെ ഒരു സ്കോറിംഗ് ആയിരുന്നു. തുടരെ പോയിന്റുകൾ നേടി അവൾ മുന്നിലെത്തുന്നു. അവൾ നാഷണൽ ടീമിൽ എത്തുമോ എന്ന ചിന്ത ഭയമായി യൂറിമിന് തോന്നി തുടങ്ങുന്നു. കോച്ച് മുന്നറിയിപ്പ് കൊടുത്ത പോലെ ഹീതുവിന്റെ എതിരാളി അവളെ അലട്ടാൻ തുടങ്ങുന്നു. വാളിന് മൂർച്ചയുണ്ടെന്ന് ചെക്ക് ചെയ്യട്ടെ, നിന്റെ മുടി അഴിഞ്ഞു കിടക്കുന്നു, അത് ശരിക്കും കെട്ടിവെക്ക്, എന്റെ ഷൂലെസ് അഴിഞ്ഞു, ഞാനിത് കെട്ടട്ടെ എന്നിങ്ങനെ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ് അവൾ ഹീതുവിന്റെ ശ്രദ്ധ തിരിക്കാൻ തുടങ്ങുന്നു. അതിനിടയിൽ 1-2 പോയിന്റ് സ്കോർ ചെയ്യുന്നുമുണ്ട്. ഹീതു കോച്ചിന്റെ ഉപദേശകുമാർന്ന് റെഫറിയോട് പരാതി പറയുന്നുണ്ട്. അവൾക്ക് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. മുഖം തുടയ്ക്കാനായി കോച്ചിന്റെ അടുത്തെത്തിയപ്പോൾ, നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ അവളുടെ ട്രാപ്പിൽ വീഴരുതെന്ന്. രാത്രി ട്രെയിനിങ് ചെയ്യാൻ സമ്മതിക്കാതിരുന്ന നിന്റെ സീനിയേഴ്സിനെ നീ വീഴ്ത്തിയത് എങ്ങനെയാണ് എന്ന് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് കോച്ച് ചോദിക്കുന്നു. അവൾ പറഞ്ഞത് ശ്രദ്ധിക്കാതെ ഞാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്തതനുസരിച്ച് ഞാൻ മുന്നോട്ട് പോയി എന്ന് ഹീതു പറഞ്ഞപ്പോൾ
ഇവിടെയും അങ്ങനെ തന്നെയാണ് നീ ചെയ്യേണ്ടത്. അവളെ കൺട്രോൾ ഏറ്റെടുക്കാൻ അനുവദിക്കരുത്. അവൾ പറയുന്നതൊന്നും നീ ശ്രദ്ധിക്കുകയേ വേണ്ട. നീ എന്താണോ പ്രിപ്പയർ ചെയ്തത് അതനുസരിച്ച് മുന്നോട്ട് പോകാൻ കോച്ച് ഹീതുവിനെ ഉപദേശിക്കുന്നു. പക്ഷേ ഹീതുവിന് അപ്പോഴും അതത്ര ബോധ്യം വന്നിട്ടില്ല എന്ന് കോച്ചിന് അവളുടെ ഭാവം കണ്ടപ്പോൾ മനസ്സിലാകുന്നു. നിനക്ക് നിന്നെ വിശ്വാസമില്ലെങ്കിൽ എന്നെ വിശ്വസിച്ചോളൂ. ഞാൻ നിന്നെ ചൂസ് ചെയ്തത് കൊണ്ട് തന്നെ നീ തോൽക്കില്ല. തോൽക്കുന്നവരെ ഞാൻ ഒരിക്കലും ചൂസ് ചെയ്യാറില്ല എന്ന് കോച്ച് പറയുന്നു. ആ ധൈര്യത്തോടെയാണ് ഹീതു വീണ്ടും പിച്ചിലേക്ക് ഇറങ്ങിയത്. എനിക്ക് തെറ്റിയാലും കോച്ചിന് തെറ്റില്ല എന്ന ചിന്ത അവൾക്ക് ആത്മവിശ്വാസം നൽകുന്നു. നീ ജയിക്കുമെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് എന്ന് ഇജിൻ പറഞ്ഞതും അവൾക്ക് ഓർമ്മ വരുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി ഞാൻ ഈ മത്സരം ജയിച്ചിരിക്കും എന്നവൾ മനസ്സിൽ കരുതുന്നു. വളരെ പെട്ടെന്ന് തന്നെ അവൾ തന്റെ ലക്ഷ്യം നേടുന്നുമുണ്ട്. 15 പോയിന്റ് സ്കോർ ചെയ്ത് ഹീതു നാഷണൽ ടീം എന്ന തന്റെ ലക്ഷ്യം നേടുന്നു. സന്തോഷം കൊണ്ട് അവൾ കൂകി വിളിക്കുന്നുണ്ട്. കോച്ച് അവളെ കെട്ടിപ്പിടിച്ച് അഭിനന്ദിക്കുന്നു. നീ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാനുള്ള നിന്റെ യാത്ര ഇവിടെ തുടങ്ങട്ടെ എന്നൊക്കെ കോച്ച് ആവേശത്തോടെ അവളോട് പറയുന്നു. ഇത് ഫൈനലിൽ ജയിച്ച വിവരം ന്യൂസിലൂടെയാണ് അവളുടെ അമ്മ അറിയുന്നത്. അപ്പോഴും തന്റെ സന്തോഷം അവരൊരു ചിരിയിൽ ഒതുക്കുന്നു. വാർത്തയിൽ കാണിച്ച ഹീതുവിന്റെ ഫോട്ടോ കണ്ടപ്പോൾ അയ്യേ ഈ ഫോട്ടോ ഇത് എവിടുന്നാണ് എന്നവർ പറയുന്നുണ്ട്. ജിവും സെങ്വങ്ങിന്റെ വീട്ടിലിരിക്കുമ്പോഴാണ് ഹീതുവിന് സെലക്ഷൻ കിട്ടിയ വാർത്ത കാണുന്നത്. അവൻ വിശ്വാസം വരാതെ ചാടി എഴുന്നേൽക്കുന്നുണ്ട്. ആ കോച്ച് നിങ്ങളുടെ സ്കൂളിലാണോ എന്ന് അമ്മ ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് അവളെ അറിയില്ലേ, ഇവിടെ വന്ന് ഫ്രിഡ്ജിനടിയിൽ നിന്നൊക്കെ മീൻ പറിക്കിയത് അവളാണ് എന്ന് ജിവുങ്ങും സെങ്വങ്ങും കൂടി പറയുന്നു. ആ ട്രാൻസ്ഫർ സ്റ്റുഡന്റ് ആണെന്ന് പറഞ്ഞ കുട്ടിയോ എന്ന് അമ്മ ചോദിച്ചപ്പോൾ അവൾക്കൊപ്പം ഉണ്ടായിരുന്ന ആളിനെ അപ്പോൾ അമ്മയ്ക്ക് അറിയില്ലേ എന്ന് സംഗമം ചോദിക്കുന്നു. ഫെൻസിംഗ് ടീമിലുണ്ട് എന്ന് പറഞ്ഞ ആ കൊച്ചു പെൺകുട്ടിയാണോ എന്ന് അമ്മ ചോദിച്ചപ്പോൾ അവൾ വെറും ആ പേപ്പർ ഫെൻസിംഗ് ടീം അല്ല, ഗോൾഡ് മെഡലിസ്റ്റ് യൂറിമാണ് എന്ന് ജിവുങ് പറയുന്നു. ദൈവമേ, അപ്പോൾ 2 നാഷണൽ ടീം അംഗങ്ങളായിരുന്നു എന്റെ വീട്ടിൽ വന്നത് മീൻ പെറുക്കിയത്. എന്നിട്ട് ഇക്കാര്യം എന്താ നീ ഇതുവരെ പറയാതിരുന്നതെന്ന് പറഞ്ഞ് അവർ ജിവുങ്ങിന് നേരെ തിരിയുന്നുണ്ട്. വിജയത്തിന്റെ സന്തോഷത്തിൽ റോഡിലൂടെ കോച്ചിനൊപ്പം ഡാൻസ് കളിച്ചുകൊണ്ടാണ് ഹീതു ഭക്ഷണം കഴിക്കാനായി പോയത്. എനിക്കൊന്ന് ഫോൺ ചെയ്യാനുണ്ട്, കോച്ച് അകത്തേക്ക് പോയിക്കോളെന്ന് അവൾ പറഞ്ഞപ്പോൾ അമ്മയെ വിളിക്കാനാണെന്ന് കോച്ച് ചോദിക്കുന്നു. അല്ല എന്ന് ഹീതു പറഞ്ഞപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇപ്പോഴും പഴയതുപോലെ തന്നെ തണുപ്പൻ മട്ടാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കോച്ച് അകത്തേക്ക് കയറി പോകുന്നു. ഫോൺ കയ്യിലെടുത്ത് കോയിനിട്ട് നമ്പർ ഡയൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇജിന്റെ പേജർ നമ്പർ അറിയില്ലല്ലോ എന്ന് ഹീതു ഓർമ്മിക്കുന്നത്. നാളെ രാവിലെ ആദ്യം തന്നെ നിന്റെ അടുത്തേക്ക് ഓടി വരുന്നതായിരിക്കും എന്ന് സ്വയം പറഞ്ഞ് അവൾ ഫോൺ വെച്ചിട്ട് അകത്തേക്ക് പോകുന്നു. അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാഷണൽ ടീമിന്റെ കോച്ചും മെമ്പേഴ്സും കൂടി ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. യൂറിമും അക്കൂട്ടത്തിലുണ്ട്. കോച്ചിനോട് സംസാരിച്ചെങ്കിലും ഒപ്പമുണ്ടായിരുന്ന ഹീതുവിനെ നോക്കിയതല്ലാതെ ഒരു കൺഗ്രാറ്റ്സ് പോലും പറയാതെ യൂറിം അവിടെ നിന്ന് പോകുന്നു. ഹീതുവിനെ അത് വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ ബാത്റൂമിൽ വെച്ച് അവൾ യൂറിമിനെ വീണ്ടും കാണുന്നുണ്ട്. നിന്റെ സ്വപ്നം യാഥാർത്ഥ്യമായതല്ലേ എന്ന് പറഞ്ഞ് യൂറിം അപ്പോൾ അവൾക്ക് കൺഗ്രാറ്റ്സ് പറയുന്നു. ഞാൻ നാഷണൽ ടീമിലായപ്പോൾ ഗ്രേറ്റ് യൂറിം എന്നോട് സംസാരിക്കാൻ തുടങ്ങിയല്ലോ. ഇത്ര നാൾ ഞാൻ കരുതിയിരുന്നത് നിനക്ക് എന്നെ കാണാനേ പറ്റുന്നില്ല എന്നായിരുന്നു. നീ ഓരോ തവണയും എന്നെ അവോയ്ഡ് ചെയ്തു പോകുമ്പോൾ ഞാൻ കാണാനും മാത്രമില്ലേ എന്ന് കണ്ണാടിയിൽ നോക്കി ചെക്ക് ചെയ്തിട്ട് പോലുമുണ്ട് എന്ന് ഹീതു പരിഹാസത്തോടെ പറയുന്നു. പിന്നെ എന്റെ സ്വപ്നം നാഷണൽ ടീമിൽ അംഗമാവുക എന്നതല്ല, ഫെൻസിംഗിൽ നിന്റെ എതിരാളിയാവുക എന്നതാണ്. ആ സമയം എത്തുമ്പോൾ എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഹീതു പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. അടുത്ത ദിവസം വീടിനടുത്ത് ബസ് ഇറങ്ങിയ ഹീതു ഇജിന്റെ ബുക്ക് സ്റ്റോറിലേക്ക് ഓടുകയായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഇജിൻ ജോലി വിട്ടുപോയി എന്ന് കേട്ട് അവൾ ആകെ നിരാശയാകുന്നു. എന്താണ് കാരണമെന്ന് ഷോപ്പ് ഓണർക്കും അറിയില്ലായിരുന്നു. ഹീതു വേഗം അവന്റെ താമസ സ്ഥലത്തേക്ക് ഓടുന്നു. ഗേറ്റിന് മുന്നിൽ നിന്ന് അകത്തേക്ക് നോക്കി അവനെ ഉറക്കെ വിളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് സെങ്വങ്ങും ജിവുങ്ങും കൂടി അങ്ങോട്ടേക്ക് വന്നത്. സെലക്ഷൻ കിട്ടിയതിന് രണ്ടുപേരും അവളെ അഭിനന്ദിക്കുന്നു. ഇജിൻ ജോലി വിട്ട കാര്യം ഹീതു പറഞ്ഞപ്പോഴാണ് സെങ്വങ് അറിഞ്ഞത്. അവർ 3 പേരും കൂടി വേഗം അവന്റെ മുറിയിലേക്ക് ചെല്ലുന്നു. പക്ഷെ മുറി കാലിയായിരുന്നു. അവൻ താമസം മാറിയ കാര്യവും സെങ്വങ് അപ്പോഴാണ് അറിയുന്നത്. അമ്മയോട് ചോദിച്ചു നോക്കാമെന്ന് അവൾ പറയുന്നു. യൂറിമിന് ചിലപ്പോൾ എന്തെങ്കിലും അറിയാമായിരിക്കും, അവളെ വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞ് ജിവുങ് പുറത്തേക്ക് ഇറങ്ങുന്ന യൂറിമിനെ വിളിക്കുന്നു. അറിഞ്ഞയുടൻ യൂറിം അവിടേക്ക് എത്തുന്നുണ്ട്. ഗേറ്റ് തുറന്ന ജിവുങ് ഹായ് പറഞ്ഞതുപോലും കാണാൻ നിൽക്കാതെ അവൾ അകത്തേക്ക് ഓടുന്നു. ഹായ് പറയാൻ ഉയർത്തിയ കൈയുമായി ജിവുങ് ചമ്മി നിൽക്കുന്നുണ്ട്. ഇജിന്റെ മുറി കാലിയായിരിക്കുന്നത് കണ്ട് യൂറിം തിരികെ ജിവുങ്ങിന്റെ അടുത്തേക്ക് തന്നെ ഓടി വന്ന് അവസാനം ഇജിനെ കണ്ടത് ആരാണ്, സെങ്വങ്ങിന്റെ അമ്മയ്ക്ക് അറിയാമായിരിക്കുമല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അവൾ തന്നെ മൈൻഡ് ചെയ്യാത്തതിൽ ജിവുങ്ങിനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അവൻ അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അകത്ത് ഹീതുവും സെങ്വങ്ങും കൂടി സീനിയേഴ്സിന്റെ ഒക്കെ നമ്പർ തപ്പിയെടുത്ത് ആർക്കെങ്കിലും ഇജിനുമായി കോൺടാക്ട് ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ യൂറിം അവിടേക്ക് ചെന്ന് സെങ്വങ്ങിനോട് അവളുടെ അമ്മയോട് ചോദിച്ചില്ല എന്ന് അന്വേഷിക്കുന്നു. അമ്മയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാൻ രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഇജിനെ കണ്ടിരുന്നു. എന്നോട് ഹായ് പറയുകയും ചെയ്തതാണ്. അസാധാരണമായി ഒന്നും തോന്നിയില്ല എന്ന് സെങ്വങ് പറയുന്നു. ഹീതുവിന് പേജറിൽ മെസ്സേജ് വല്ലതും വന്നോ എന്ന് യൂറിം അന്വേഷിക്കുന്നുണ്ട്. ഒന്നും വന്നില്ല എന്നവൾ പറയുന്നു. യൂറിം ഇജിന്റെ കാര്യത്തിൽ കാണിക്കുന്ന ആകാംക്ഷയും ജിജ്ഞാസയും ഒന്നും ജിവുങ്ങിന് അത്ര ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അവൻ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ, നിങ്ങളെല്ലാവരും ഇതത്ര വിഷയമാക്കേണ്ട കാര്യമുണ്ടോ? അയാൾക്ക് എന്തെങ്കിലും കാരണം കാണുമായിരിക്കുമെന്ന് ജിവുങ് പറയുന്നു. അവനോട് മിണ്ടാതിരിക്കാൻ സെങ്വങ് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവളുടെ അമ്മ അകത്തേക്ക് കയറി വന്നത്. വിളിച്ചിട്ടെന്താ അമ്മ ഫോൺ എടുക്കാത്തത് എന്ന് അവൾ പരാതി പറഞ്ഞപ്പോൾ കുറേ തവണ ബെല്ലടിച്ച് ഫോൺ ഓഫായി പോയി എന്നവർ പറയുന്നു. ബാഗ് വെച്ച് തിരിഞ്ഞപ്പോഴാണ് യൂറിമിനെയും ഹീതുവിനെയും അവർ കണ്ടത്. ഇത് നാഷണൽ ടീം അംഗങ്ങളല്ലേ എന്ന് ചോദിച്ച് തുള്ളിച്ചാടിക്കൊണ്ട് അമ്മ അവർ കരികിലേക്ക് ചെല്ലുന്നു. അതൊക്കെ പിന്നെ പറയാം, ഇജിൻ എവിടെ? അദ്ദേഹം താമസം മാറിയെന്ന് സെങ്വങ് ചോദിക്കുന്നു. എന്തോ അത്യാവശ്യമുണ്ടായി എന്ന് പറഞ്ഞ് ഇന്ന് രാവിലെയാണ് വീടൊഴിഞ്ഞത്. കാരണം എനിക്കറിയില്ല എന്നവർ പറയുന്നു. ഹീതുവും യൂറിമും നിരാശരായാണ് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. ഹീതു തന്റെ അഭിമാനമൊക്കെ മറന്ന് യൂറിമിനോട് ഇജിന്റെ പേജർ നമ്പർ ചോദിക്കുന്നുമുണ്ട്. ഞാൻ നോക്കിയതാണ്, പക്ഷേ റെസ്പോൺസ് ഒന്നുമില്ല എന്ന് യൂറിം പറഞ്ഞപ്പോൾ എങ്കിലും ഒന്ന് തരുമോ എന്ന് അവൾ ചോദിക്കുന്നു. യൂറിം ഒരു മാർക്കറും വെച്ച് ഹീതുവിന്റെ കയ്യിൽ നമ്പർ എഴുതി കൊടുത്തിട്ട് എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ എന്നോടും പറയണം എന്ന് പറയുന്നു. ഹീതു അത് സമ്മതിക്കുന്നുണ്ട്. അന്നത്തെ വിജയത്തിന്റെ സന്തോഷമെല്ലാം നശിച്ച് ആകെ നിരാശയായാണ് ഹീതു വീട്ടിലേക്ക് നടന്നത്. ഗേറ്റിൽ ഇജിന് സമ്മാനമായി നൽകിയ വാൾ തൂക്കിയിട്ടിരിക്കുന്നത് കണ്ട്
അവൾ അതെടുക്കുന്നുണ്ട്. അതിൻ്റെ പിടിക്കുള്ളിൽ മുമ്പ് അവൾ അവനോട് ആഗ്രഹം പറഞ്ഞതുപോലെ നീല കളർ പെയിൻറ്റും ചെയ്തിരുന്നു. നാഷണൽ ടീം മെമ്പർ ഹീതു എന്ന് അവളുടെ പേരും എഴുതിയിരുന്നു. അത് കണ്ടപ്പോൾ അവൻ ശരിക്കും പോയത് തന്നെയാണെന്ന് ഹീതുവിന് ഉറപ്പാകുന്നുണ്ട്. അവൾ തളർന്ന് അവിടെ തന്നെ ഇരുന്നു പോകുന്നുണ്ട്. ഇജിൻ ആ സമയം അനിയനെയും കൂട്ടി സിയോളിൽ നിന്ന് കുറേ ദൂരെയുള്ള പഹാങ് എന്ന തീരപ്രദേശത്തേക്ക് യാത്രയിലായിരുന്നു. ഹൈൻ ക്ഷീണം കാരണം വണ്ടിയിൽ നിന്ന് ഉറക്കം പിടിച്ചിരുന്നു. സാധനങ്ങളൊന്നും ശരിക്കും പാക്ക് ചെയ്തിട്ടില്ലാത്തതിനാൽ പെട്ടെന്ന് തീരുമാനിച്ച യാത്രയാണോ എന്ന് ഡ്രൈവർ ഇജിനോട് ചോദിക്കുന്നു. ഒരു ചേട്ടൻ എന്ന രീതിയിൽ എനിക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം ഇതാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് യാത്ര തിരിക്കേണ്ടി വന്നത് എന്നവൻ അദ്ദേഹത്തോട് മറുപടി പറയുന്നു. അനിയൻ്റെ പ്രശ്നം കാരണം അന്നവന് സ്റ്റേഷനിൽ പോകേണ്ടി വന്നിരുന്നു. അവിടെ വെച്ചാണ് അച്ഛൻ 2 വർഷങ്ങൾക്ക് മുമ്പ് അനിയൻ്റെ പേരിൽ ഒരു കമ്പനി തുടങ്ങിയിരുന്നുവെന്നും അതെങ്ങനെയോ അറിഞ്ഞ അച്ഛൻ പണം നൽകാനുള്ളവരാണ് ഹൈനെ അന്വേഷിച്ച് സ്കൂളിൽ ചെന്ന് പ്രശ്നമുണ്ടാക്കിയതെന്നും ഇജിൻ അറിയുന്നത്. ആ കമ്പനി പക്ഷേ ലാഭത്തിലല്ല എന്നും പോലീസുകാരൻ അവനോട് പറയുന്നുണ്ട്. അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ എനിക്കിനി ഉടനെ സ്കൂളിലേക്ക് പോകാൻ വയ്യ. ഇന്നത്തെ സംഭവം അവരെല്ലാവരും കണ്ടിരുന്നു. എനിക്ക് അവരെ ഫേസ് ചെയ്യാൻ വയ്യ എന്ന് ഹൈൻ അവനോട് പറയുന്നു. ഇജിൻ മറുപടിയൊന്നും പറയാതെ അവൻ്റെ പേജർ വാങ്ങി അടുത്തുണ്ടായിരുന്ന വേസ്റ്റ് ബിന്നിലേക്ക് എറിയുന്നു. ഇനി നീ ആരെയും കോൺടാക്ട് ചെയ്യരുത്, ഞാനും അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് ഇജിൻ അവൻ്റെ പേജറും വേസ്റ്റ് ബിന്നിലേക്ക് എറിയുന്നു. അപ്പോൾ എനിക്ക് ഫ്രണ്ട്സിനെ കോൺടാക്ട് ചെയ്യേണ്ടതെന്ന് ഹൈൻ ചോദിച്ചപ്പോൾ നീ ഇനി ആ സ്കൂളിലേക്ക് പോകുന്നില്ല, ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് ഇജിൻ അവന് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് നാട് വിട്ടു പോകാനുള്ള തീരുമാനത്തിൽ അവനെത്തിയത്. പെഹാങ്ങിൽ അവരുടെ അമ്മ താമസിക്കുന്ന സ്ഥലത്തേക്കാണ് അവർ പോയത്. കുറേ കാലത്തിന് ശേഷം മക്കളെ കണ്ട അമ്മ ഹൈനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. അത്രയും നാൾ അടക്കി വെച്ചിരുന്ന സങ്കടം മുഴുവൻ അവർ കരഞ്ഞു നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ അച്ഛനെ എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുവെന്ന് പറഞ്ഞ് അവർ കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഇരിക്കുന്നു. അപ്പോഴേക്കും അവരുടെ ബ്രദർ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇതിനോടൊക്കെ അകത്തേക്ക് കയറി വരാൻ അങ്കിൾ പറയുന്നു. ഭക്ഷണം കഴിക്കാനിരുന്നപ്പോഴും അച്ഛനെക്കുറിച്ചായിരുന്നു അമ്മയ്ക്ക് അറിയേണ്ടിരുന്നത്. അദ്ദേഹത്തെ നീ കണ്ടതല്ലേ, കണ്ടിട്ട് എങ്ങനെ, പ്രായം കൂടിയോ എന്നൊക്കെ അവർ സങ്കടത്തോടെ ചോദിക്കുന്നു. ഇതിൻ്റെ ഉത്തരം ഞാൻ എത്ര തവണ അമ്മയോട് ഫോണിലൂടെ പറഞ്ഞു കഴിഞ്ഞതാണ് എന്ന് ഇജിൻ പറഞ്ഞപ്പോൾ നിനക്ക് ഇത്രയും കെയറിങ് മക്കളുടെ കാര്യത്തിലില്ലല്ലോ എന്ന് അങ്കിൾ അമ്മയോട് ചോദിക്കുന്നു. മക്കൾ ഞാൻ പ്രസവിച്ചതല്ലേ, അവർക്ക് അവരുടെ കാര്യം നോക്കാൻ നന്നായി അറിയാം. പക്ഷേ ഭർത്താവിൻ്റെ കാര്യം അങ്ങനെയല്ല. ഇപ്പോഴും ഒറ്റത്തടിയാൻ നിൽക്കുന്ന നിനക്കത് പറഞ്ഞാൽ മനസ്സിലാക്കില്ല എന്ന് അമ്മ മറുപടി നൽകുന്നു. ഇജിൻ ആ സംസാരം തുടരാൻ അനുവദിക്കാതെ ഹൈനെ ഇനി ഇവിടുത്തെ സ്കൂളിൽ പഠിപ്പിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. കാര്യങ്ങൾ കുറച്ചുകൂടി ഭേദപ്പെടുന്നവരെ ഞാനും ഇവിടെ തന്നെ നിൽക്കാം. അങ്കിളിനൊരു ഭാരമാകാതെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ സഹായിക്കാമെന്നും അവൻ പറയുന്നു. നീ എൻ്റെ ഫാമിലി അല്ലേ, നീ എങ്ങനെയാണ് ഭാരമാകുന്നത്, നീ വന്നതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് അങ്കിൾ പറയുന്നു. ഹൈന് സ്കൂൾ മാറുന്ന കാര്യം അത്ര തൃപ്തികരമായില്ലായിരുന്നെങ്കിലും സമ്മതിക്കേണ്ടി വരുന്നു. ഇതിന് പക്വത വന്നു, അവൻ അതിനുവേണ്ടി ഇപ്പോൾ തന്നെ അനുഭവിച്ചിട്ടുണ്ടാകും എന്ന് പറഞ്ഞ് അമ്മ വീണ്ടും കരയുന്നുണ്ട്. നാഷണൽ ട്രെയിനിങ് സെൻറ്ററിലേക്ക് പോകേണ്ടതിൻ്റെ തലേ ദിവസം ഹീതു ബ്രോഡ്കാസ്റ്റിംഗ് ക്ലബിലെത്തി സെങ്വങ്ങിനെ കണ്ട് ഇജിൻ്റെ കുറേ പഴയ റെക്കോർഡിങ്സ് കേൾക്കാൻ തരുമോ എന്ന് ചോദിക്കുന്നു. ഒരു ബോക്സ് നിറയെ കാസറ്റ് സെങ്വങ് അവൾക്ക് നൽകുന്നുണ്ട്. ഇതെന്തിനാണെന്ന് അവൾ ചോദിച്ചപ്പോൾ ട്രെയിനിങ് സെൻറ്ററിൽ ഫ്രീ ടൈമിൽ കേൾക്കാൻ വേണ്ടിയാണ്. ഇത് കേൾക്കുമ്പോൾ അവൻ്റെ സപ്പോർട്ട് കൂടെ ഉള്ളതുപോലെ തോന്നും എന്ന് ഹീതു പറയുന്നു. നിങ്ങൾ ശരിക്കും ക്ലോസ് ആയിരുന്നു അല്ലേ, അവൻ പറയാതെ പോയതിൽ നിനക്ക് വിഷമമില്ല എന്ന് സെങ്വങ് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് ഹീതു പറയുന്നു. അവൻ തിരിച്ചു വരുമെന്ന് നല്ല വിശ്വാസമുള്ളത് കൊണ്ടാണ് എന്ന് സെങ്വങ് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു വിശ്വാസം എനിക്കില്ല, പക്ഷെ അവൻ ശരിയായ തീരുമാനമാണ് എടുത്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനേക്കാൾ നല്ല ഏതെങ്കിലും സ്ഥലത്തേക്കായിരിക്കും അവൻ പോയിട്ടുണ്ടാകുക. ഇതിനേക്കാൾ കുറച്ച് മാത്രം അവന് ടെൻഷൻ അടിക്കേണ്ടി വരുന്ന, കുറച്ച് മാത്രം കഷ്ടപ്പെടേണ്ടി വരുന്ന ഏതെങ്കിലും സ്ഥലത്തേക്ക്. ഇത് ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യേണ്ട സമയമാണ് എന്ന് പറഞ്ഞ് ഹീതു അവളോട് യാത്ര പറഞ്ഞു പോകുന്നു. ഹീതുവിൻ്റെ അമ്മ അവളൊരു സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി ഫോട്ടോ എടുപ്പിക്കുന്നുണ്ട്. ഫോട്ടോഗ്രാഫർ പ്രിന്റ് ചെയ്യാൻ പോയ സമയത്ത് ഇന്ന് ഞാൻ നല്ല തിരക്കിലാണ്, ഇതിൻ്റെ ഇടയിൽ ഫോട്ടോ എടുക്കാൻ എന്തായിരുന്നു ഇത്ര അത്യാവശ്യം എന്ന് ചോദിച്ച് ഹീതു ദേഷ്യപ്പെട്ടപ്പോൾ ന്യൂസിൽ വന്ന നിന്റെ ഫോട്ടോ നീ കണ്ടിരുന്നോ, അഭയാർത്ഥിയെ പോലെ ഉണ്ടായിരുന്നു, ഈ രാജ്യം മുഴുവൻ കാണാൻ ആ ഫോട്ടോ കൊടുക്കാൻ നിനക്ക് നാണമില്ലായിരുന്നു, ഇന്ന് തന്നെ അസോസിയേഷനിൽ പോയി പുതിയ ഫോട്ടോ നൽകിയേക്കണം എന്ന് അമ്മ പറയുന്നു. ഹീതു കണ്ണെടുക്കാതെ അമ്മയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നാഷണൽ ടീം വരെ എത്തിയിട്ട് അമ്മയ്ക്ക് പറയാനുള്ളത് ഇതാണല്ലേ, അമ്മ ഇപ്പോഴും അതിലൊരു കുറ്റം കണ്ടുപിടിച്ചു അല്ലേ. അമ്മ എന്നെ അഭിനന്ദിക്കില്ല എന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷെ കുറ്റം കണ്ടുപിടിക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് ഹീതു സങ്കടത്തോടെ പറയുന്നു. നിന്നെ അഭിനന്ദിക്കാനല്ല, മറ്റുള്ളവരിൽ നിന്ന് നിനക്ക് അഭിനന്ദനം വാങ്ങിത്തരാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് അമ്മ അപ്പോൾ പറയുന്നു. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്ന് ഹീതു പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഫോട്ടോഗ്രാഫർ വന്ന് നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടി ഒരുമിച്ചൊരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചത്. അമ്മയും മകളും ഒരുപോലെ വേണ്ട എന്ന് പറയുന്നുണ്ട്. അടുത്ത ദിവസം ഹീതു നാഷണൽ ട്രെയിനിങ് സെന്ററിൽ ജോയിൻ ചെയ്യുന്നു. കോച്ച് അവളെ ടീം അംഗങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. യൂറിമിൻ്റെ റൂംമേറ്റ് പോയതിനാൽ ആ റൂം വേക്കൻസി ഉണ്ട്, ആ മുറിയിൽ താമസിച്ചോളൂ, സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ യൂറിമിനോട് ചോദിക്കാം, പക്ഷെ അവളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാകരുത് എന്നൊക്കെ കോച്ച് ഹീതുവിന് നിർദ്ദേശം നൽകുന്നു. ഓഫീസിൽ പോയി യൂണിഫോമും മറ്റും വാങ്ങി ഹീതു തൻ്റെ മുറിയിലെത്തുന്നു. യൂറിം അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. അവൾ ബെഡിലിരുന്ന് ദേശീയ പതാക പതിപ്പിച്ചിട്ടുള്ള യൂണിഫോമിൽ അഭിമാനത്തോടെ നോക്കി ഞാനിപ്പോൾ ശരിക്കും നാഷണൽ ടീമിലായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് യൂറിം മുറിയിലേക്ക് വന്നത്. ഹീതുവിനെ അവിടെ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവളുടെ മുഖത്ത് പോലും നോക്കാതെ ഒറ്റ ശ്വാസത്തിൽ യൂറിം പറഞ്ഞു തീർക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കണമെന്ന് പറഞ്ഞവൾ തിരിഞ്ഞു നിൽക്കുന്നു. കൊറിയയുടെ KOR പതിച്ച യൂണിഫോം എനിക്ക് എന്നാണ് കിട്ടുക എന്നാണ് ഹീതു സംശയം ചോദിച്ചത്. ആ യൂണിഫോം കിട്ടാൻ നിനക്ക് ഇത്രയ്ക്ക് ആഗ്രഹമാണോ എന്ന് യൂറിം ചോദിച്ചപ്പോൾ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ നീയല്ലേ പറഞ്ഞത് എന്ന് ഹീതു തിരിച്ചു ചോദിക്കുന്നു. ഫെൻസിംഗ് ഒരു ടീം സ്പോർട്സ് അല്ലാത്തതുകൊണ്ട് നാഷണൽ മത്സരങ്ങളിൽ പ്രതിനിധീകരിക്കുന്ന 4 പേർക്ക് മാത്രമേ യൂണിഫോം നൽകാറുള്ളൂ.
അല്ലാതെ എട്ടംഗങ്ങൾക്ക് നൽകാറില്ല. നിനക്കത് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം വരുന്ന മത്സരങ്ങളിലെല്ലാം നന്നായി പ്രകടനം കാഴ്ചവെക്കണം എന്ന് യൂറിൻ പറയുന്നു. മറുപടി പറഞ്ഞതിന് ഹീതു താങ്ക്സ് പറഞ്ഞപ്പോൾ നിനക്ക് കൂർക്കം വലിക്കുന്ന സ്വഭാവം ഉണ്ടെന്ന് യൂറിൻ ചോദിക്കുന്നു. ക്ഷീണിച്ചുറങ്ങുമ്പോൾ ചിലപ്പോഴൊക്കെ ഉണ്ട് എന്ന് ഹീതു പറഞ്ഞപ്പോൾ ഞാൻ പൊതുവെ ഉറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലാണ്, അതുകൊണ്ട് കൂർക്കം വലി ഒന്ന് ശ്രദ്ധിച്ചോളണം എന്ന് യൂറിൻ അവൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അന്ന് രാത്രി സംഭവിച്ചത് മറിച്ചതാണ്. യൂറിമിന്റെ കൂർക്കം വലി കാരണം ഉറക്കം നഷ്ടപ്പെട്ടത് ഹീതുവിനാണ്. ഉറങ്ങാൻ പറ്റുന്ന ഹീതു എഴുന്നേറ്റ് കുത്തിയിരിക്കുന്നുണ്ട്. അവൾ ഇജിന്റെ കാസറ്റുകളിൽ നിന്നൊരെണ്ണം കേൾക്കാമെന്ന് കരുതി എഴുന്നേറ്റ് പോയി അതെടുത്ത് കൊണ്ടുവന്ന കൂട്ടത്തിൽ അവളുടെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ കാസറ്റ് താഴെ വീഴുന്നുണ്ട്. യൂറിൻ ഉണർന്നതെന്ന് പേടിച്ച് ഹീതു നോക്കിയെങ്കിലും അവൾ അപ്പോഴും കൂർക്കം വലിച്ചുറങ്ങുകയാണ്. ലൈറ്റ് സ്ലീപ്പർ ആണ് പോലും ഇന്ന് പുച്ഛത്തിൽ അവളെ നോക്കി ഒന്ന് പറഞ്ഞിട്ട് ഹീതു കാസറ്റ് എടുത്തുകൊണ്ട് പോകുന്നു. വാക്മാനിൽ ആ കാസറ്റ് പ്ലേ ചെയ്ത് ഹെഡ്ഫോൺ വെച്ച് അവളത് കേൾക്കുന്നു. എത്ര സങ്കടമുള്ള ആളുകളെയും ആശ്വസിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഇജിന്റെ വാക്കുകൾ. അത് കേട്ടപ്പോൾ ഹീതു എഴുന്നേറ്റിരുന്ന് ഡയറിയിൽ എന്തൊക്കെയോ കുറിക്കുന്നു. നീ പറഞ്ഞത് ശരിയാണ് ഇജിൻ, നമുക്ക് വീണ്ടും എഴുന്നേറ്റ് നിൽക്കാനുള്ള ശക്തിയുണ്ട്. അതുവരെ കാര്യങ്ങൾ എത്ര ടഫാണോ അതിനനുസരിച്ച് വേണ്ടുവോളം ദുഃഖിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് ശക്തമായ തിരിച്ചുവരവ് നടത്തണം. അതിന് ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ അവൾ കുറിക്കുന്നു. അവൻ്റെ പേജറിലേക്കും അവൾ ആ മെസ്സേജ് അയക്കുന്നുണ്ട്. ഇജിനിപ്പോൾ ആ സ്ഥലത്ത് ഒരു ഫിഷ് മാർക്കറ്റിൽ ജോലി നോക്കുകയാണ്. പകൽ മുഴുവൻ അവിടെ ജോലി ചെയ്ത് രാത്രിയിൽ പേ ഫോണിൽ ഹീതു അയച്ച ആ മെസ്സേജ് കയ്യിലുള്ള കോയിൻ തിന്നുന്നവരെ അവൻ നിറകണ്ണുകളോടെ വീണ്ടും വീണ്ടും കേട്ടു നിൽക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.